വിശ്വാസിൻ്റെ ടീം എടുത്തു പറയേണ്ടതുള്ള ഒരു കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവരടുത്ത് ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് അവർ ദർ ഈസ് നോ വേർഡ് ലൈക്ക് നോ, എവറിത്തിങ് ഈസ് പോസിബിൾ ആൻഡ് അതിനേക്കായിട്ട് ബെറ്ററായിട്ട് തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. സോ വി ആർ റിയലി ഹാപ്പി ഫോർ വാട്ട് വി സ്പെൻഡ് മണി ഓൺ ദാറ്റ്. ഹായ്, എൻ്റെ പേര് സുഹേൽ, ഞാനൊരു പ്രവാസിയാണ്. ഇതിൻ്റെ വൈഫ്. എൻ്റെ പേര് നിമിഷ, ഞാനൊരു ഓൺട്രപ്രണറാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം ലാഡർ ക്യാപിറ്റൽ ഹിൽസ് ആണ്. വിശ്വാസിൽ ഞാൻ എത്തിപ്പെടുന്ന ഒരു നിമിത്തം തന്നെയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക് വിശ്വാസ് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സോ ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു. ഇതിൻ്റെ ഇൻറ്റീരിയർ, മനസ്സിലുള്ള ഇൻറ്റീരിയേഴ്സ് പിൻട്രസ്റ്റ് ത്രൂ നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യാണ്. ഞാനും വൈഫ് ഇങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ള. സോ നമ്മൾ പ്രമുഖ ഇൻറ്റീരിയേഴ്സ് ട്രിവാൻഡ്രത്തുള്ള നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ഔട്ട്ലെറ്റ്സ് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മനസ്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് അവരുടെ ഇൻറ്റീരിയർ ചെയ്ത ഈ വിശ്വാസ് ഇൻറ്റീരിയർ. സോ പുള്ളി നമ്മളെ അപ്രോച്ച് ചെയ്ത് ലെറ്റ്സ് ഗോ ട്രൈ വിത്ത് വിശ്വാസ്. മറ്റ് കോമ്പറ്റീറ്റേഴ്സ് തരുന്നതിനേക്കായിട്ട് ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈവൻ ദ പ്രൈസ് ഈസ് നോട്ട്, വി കനോട്ട് കമ്പയർ വിത്ത് ബിഗ് കോമ്പറ്റീറ്റേഴ്സ്. നമ്മുടെ ഫസ്റ്റ് ഡിസ്കഷൻ തന്നെ വിശ്വാസ് ടീമായിട്ട് നമ്മൾ ഐഡിയാസും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഐഡിയാസ് പ്രകാരം അവർ വീട്ടിലെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളും എടുത്ത് നമ്മൾ അതിന് 2D എക്സിക്യൂട്ട് ചെയ്ത്, അതായത് നമുക്ക് വാർഡ്രോബ്സിൽ ഏത് രീതിയിലുള്ള നമുക്ക് ഡിസൈൻ ആയിരിക്കണം, എത്ര സ്പേസ് എവിടെ കൊടുക്കണം എന്നുള്ളൊരു നമ്മുടെ മനസ്സിൽ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് വിശ്വാസമായിട്ട് നമ്മൾ ഷെയർ ചെയ്തു. സോ അത് 2D തന്നെ 2-3 ടൈംസ് നമ്മളത് മാറ്റങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെടുന്നു അത്രയും പ്രാവശ്യം തന്നെ 2D ചേഞ്ചസ് വരുത്തി ഫൈനലി നമ്മൾ 3Dയിലോട്ട് പോയി. 3D തന്നെ നമ്മളൊരു 3-4 ടൈംസ് നമ്മൾ ഓൾമോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ 3D നമ്മൾ ഫൈനൽ സാറ്റിസ്ഫൈ നിന്ന് നമ്മളത് ഓർഡർ പ്ലേസ് ചെയ്തു. അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങി, എക്സിക്യൂഷനിലോട്ട് വന്നു, നമ്മൾ ഇൻസ്റ്റോളേഷനിലോട്ട് വന്നു. ഇൻസ്റ്റോളേഷൻ തന്നെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അതിനകത്ത് തന്നെ പല ചേഞ്ചസ് നമ്മൾ മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ആ ചേഞ്ചസ് തന്നെ വെരി ഗുഡ് വേയിൽ തന്നെ അവർ ഇൻകോപ്പറേറ്റ് ചെയ്ത് വിശ്വാസിൻ്റെ ടീം കൺവിൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഓരോ ഈച്ച് ന്യൂക്ക് ആൻഡ് കോർണർ അവർ ചെയ്തിരിക്കുന്നത്. ബിസിനസ് ഓൺട്രപ്രണറായ എനിക്ക് എൻ്റെ ബിസിനസ് നീഡ്സ് ക്യാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡിസ്പ്ലേ ഷെൽഫ്, അത് സ്പെഷ്യലി ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നു. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അടുക്കളയാണ്. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കിച്ചൺ വളരെ ഒരു മിനിമൽ ലുക്കിൽ കാണപ്പെടണം എന്നുള്ളതാണ്. മിനിമൽ ആകുമ്പോൾ തന്നെ സ്റ്റൈൽ ഒട്ടും കുറഞ്ഞു പോകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഫങ്ഷണാലിറ്റി വൈസ് എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള പ്രാക്ടിക്കൽ യൂസ് അനുസരിച്ച് തന്നെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ആ ഒരു മനസ്സിൽ കണ്ടത്. ഞാൻ നമ്മുടെ വിശ്വാസ് ഇൻറ്റീരിയർ ടീമിനോട് പറയുകയും അവർ ഏറ്റവും നല്ല രീതിയിൽ, അതായത് ഞാൻ എന്താണോ വിഷൻ ചെയ്തത് അതിലും ഒരുപടി മുന്നിൽ തന്നെ, അതായത് നമ്മൾ പറയില്ലേ റിയാലിറ്റി എക്സീഡ് എക്സ്പെക്ടേഷൻ. നമ്മുടെ മനസ്സിലെ ഒരു ടൈം പീരീഡ് എന്ന് കയറണം എന്നുള്ളൊരു നമ്മുടെ മനസ്സിലെ പ്ലാനിങ് കാര്യങ്ങൾ ഡിസ്കസ് നമ്മൾ വിശ്വാസത്തിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ആ കമ്മിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങളുടെ ഡ്രീം അത് റിയാലിറ്റി ആയിട്ട് ഞങ്ങളിലേക്ക് തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ഇന്ന് നമ്മൾ ഇരിക്കുമ്പം ആ ഒരു നമ്മൾ മനസ്സിൽ കണ്ടത് നേരിട്ട് വരുമ്പം ഇറ്റ്സ് സംതിങ് ലൈക്ക് ദ ഈച്ച് ആൻഡ് എവറി മണി വി സ്പെൻഡ് ദാറ്റ് ഈസ് വർത്ത് ഇറ്റ്. സംബന്ധിച്ചിടത്തോളം ഇത് 4 ചുമരുകളല്ല, ഞങ്ങളുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ഞങ്ങളുടെ ലൈഫ് ടൈം മെമ്മറിയാണ് ഈ വീട്. സോ ഇറ്റ് ഈസ് എ ബിഗ് താങ്ക്സ് ടു വിശ്വാസ് ആൻഡ് ടീം. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ബിഗ് താങ്ക്സ് ഫോർ മൈ ഫ്രണ്ട് ഫോർ സജസ്റ്റിംഗ് വിശ്വാസ് ഇൻറ്റീരിയർ.